ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസുമായിട്ടാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇറാനി സാഫ്രോൺ റൈസും അതിന്റെ കൂടെ ഒരു ജൂജിയ കബാബുമാണ്. അപ്പോൾ ഇത് ഒരു പേർഷ്യൻ റൈസാണ്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കാന്. ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. പിന്നെ റൈസിൽ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. സാഫ്രോണും ബട്ടറും ചേർത്തിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ഈ റൈസ് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും ഒന്ന് നോക്കാം. ഈ കബാബ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാള, ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ലൈം ജ്യൂസ് ആണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/2 കപ്പ് തൈര്. ഇത് സാഫ്രോൺ ആണ്. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അപ്പോൾ ഈ സാഫ്രോൺ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കലക്കിയെടുത്താൽ മതി. ഇത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ സാഫ്രോൺ ആണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ സവാള ചേർത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർക്കുകയാണ്. ഈ സാഫ്രോണും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കുന്നതാവും ഏറ്റവും ബെസ്റ്റ്. ഓവർനൈറ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഇതിലോട്ട് ശരിക്കും മസാല ഒക്കെ പിടിക്കുള്ളൂ. ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇപ്പം ഞാൻ ഈ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇത് ഞാൻ 8 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് നമുക്കൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് തവയിലാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് ഓരോ പീസസും സ്ക്യൂവറിൽ കുത്തിയെടുക്കാം. ഇപ്പം ഇത് ഗ്രിൽ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഈ സ്ക്യൂവറിലൊന്ന് കുത്തിയെടുക്കാം. സ്ക്യൂവറിൽ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തവയിൽ ഗ്രിൽ ചെയ്തെടുക്കണം. ഇതിന്റെ കൂടെ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു സവാളയും ഇതുപോലെ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മുകളിൽ ഒലീവ് ഓയിൽ ഇത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രിൽ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ബട്ടറൊക്കെ. ഇനി ഇതിന്റെ മുകളിൽ ഇത് വെച്ചു കൊടുക്കാം. എല്ലാ സൈഡ്സും നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇത് കുക്കായി വരട്ടെ. ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അരി വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 2 ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. 1.5 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതൊരു 80% കുക്കായാൽ മതി. പിന്നെ നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ ഒന്നുകൂടെ ഒന്ന് സൈഡ്സ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡ്സും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് മുഴുവനായിട്ട് വേവിച്ചെടുക്കണം. ഈ റൈസ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ സ്ട്രെയിൻ ചെയ്ത റൈസ് വേറെ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതിലുള്ള ബേ ലീഫൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലോട്ട് വെക്കാം. ഇപ്പൊ റൈസ് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ബട്ടറിന്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്ക് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കുക. ഇത് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുൾ കുക്ക് ആയിട്ടില്ല. ഇപ്പൊ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ റൈസ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റിയതാണിത്. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം, ബട്ടറൊക്കെ എല്ലായിടത്തൊന്ന് ആയിക്കോട്ടെ. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് നല്ല ചൂടുവെള്ളത്തിൽ കലക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റൈസാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആകെ ഒരു കുങ്കുമപ്പൂവാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ റൈസും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇനി കഴിക്കുമ്പോൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കബാബ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇറാനി സാഫ്രോൺ റൈസും ജൂജെ കബാബും റെഡി ആയിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അധികം സ്പൈസസ് ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. എന്നും ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഒക്കെ കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതുപോലത്തെ റൈസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.